ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് 21 വയസ്സും കിച്ചുവിന് 24 വയസ്സും. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1.5 മാസമേ നമ്മൾ ഒരുമിച്ച് നിന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് കാനഡയ്ക്ക് തിരിച്ചു വരേണ്ടി വന്നു. കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ 7 വർഷമായി റിലേഷൻഷിപ്പിലായിരുന്നെങ്കിലും 3 വർഷം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു. മാരേജ് കഴിഞ്ഞ് ഒരുമിച്ച് താമസിച്ചപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആളോടെയാണ് ജീവിക്കുന്നത്. ലൈഫ് എത്ര അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഈ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ കിച്ചു തന്നെയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നോ പറയാതെ എന്ത് സിറ്റുവേഷനിലും കൂടെ നിൽക്കുകയും കെയർ ചെയ്യുകയും എഫേർട്ട് ഇടുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് വിൽ ബി മച്ച് ബെറ്റർ. ആ കാര്യത്തിൽ ഐ എം സോ ലക്കി. നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ സ്കൂട്ടർ മേടിച്ച് ഒരുമിച്ച് പോകുന്നത്. നാട്ടിൽ കിച്ചുവിന് ആക്സിഡൻറ്റ് പറ്റും മുമ്പേ ബുള്ളറ്റിൽ എന്നെ കുറച്ച് കറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റി കാല് ആംബ്യൂട്ട് ചെയ്തേ പിന്നെ ബൈക്ക് അധികം ഓടിക്കാൻ പറ്റില്ല. സ്കൂട്ടി ഓടിക്കായിരുന്നു നാട്ടിൽ. ഇവിടെ പിന്നെ ഇതാ മെയിൻ. ബൈക്കാണെങ്കിൽ ഇരുന്ന് കെട്ടിപ്പിടിച്ച് പോകാം, ഇതിൽ പിന്നെ നിന്ന് കെട്ടിപ്പിടിക്കാം. കിച്ചു കാനഡയിൽ വന്ന് ഊബർ ഓടി ക്യാഷ് ഉണ്ടാക്കി ആദ്യം മേടിച്ചത് ഈ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നു പണ്ട് ഒളിച്ച ബുള്ളറ്റിൽ എന്നെ കറങ്ങാൻ കൊണ്ടുപോകുന്നതാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാകും എൻ്റെ വീട്ടുകാർ വരെ ഞാൻ കറങ്ങാൻ പോയെന്നറിയുന്നത്. ഐ ആം ദ സോറി. ഇവിടെ പിന്നെ സമ്മർ ആയാൽ നമ്മുടെ മെയിൻ പരിപാടി ഇതാ ഇവിടെ നാട് ചുറ്റൽ. ഇതിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് മന്തി വാങ്ങാൻ പോകുന്ന പോക്കാണേ. പിന്നെ കുറച്ച് വൈനോട്ടോ. ദാണ്ട് എൻ്റെ ഡാൻസ് മോട്ടിവേറ്റ് ചെയ്യുന്ന കിച്ചുമോൻ ഇതാ കാണാം.